കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നവരാത്രി സ്പെഷ്യൽ ഒരു ഇളനീർ പായസമാണ്, കരിക്ക് പായസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കരിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്യ് ഇവിടെ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ബാക്കി വന്ന നെയ്യാണ്. അതിൽ ഒരു കരിക്ക് കുറച്ചിങ്ങനെ കട്ടിയുള്ള കാമ്പായിട്ടുള്ളത് മേടിച്ചു. അതിങ്ങനെ കുരുകുനാന്ന് അരിഞ്ഞെടുത്തു. പിന്നെ ഒരെണ്ണം നല്ല പത്തലായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിന് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം നല്ല മധുരം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നെയ്യിലേക്ക് ഞാൻ ഈ കരിക്ക് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ കരിക്കിനെ ഒരു 2-3 മിനിറ്റ് വഴറ്റി അതിനകത്തേക്ക് ഞാൻ ഈ അരച്ച് വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ്, പഞ്ചസാര കുറച്ചിട്ടിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കൂടുതൽ ഒഴിക്കണേ. അപ്പോൾ അതുകൊണ്ട് പായസം നന്നായിട്ട് തന്നെ കുറുകി തന്നെ വരും. അതല്ല കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാബുദാന ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും കേട്ടോ ഈ പായസം. പക്ഷേ ഇത് സാബുദാന ചേർക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അരച്ചതും കൂടി ചേർത്ത് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ലിറ്റർ പാല് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം. ആ തിളച്ച് വരുന്ന സമയത്ത് ആ കരിക്കൊക്കെ അതിനകത്ത് കിടന്നങ്ങോട്ട് നന്നായിട്ടൊന്നങ്ങോട്ട് വെന്ത് വരും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ മധുരം നോക്കിയിട്ട് ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും 3 ടേബിൾ സ്പൂൺ മിനിമം ചേർത്ത് കൊടുത്തോളൂ. ബാക്കി നമുക്ക് ഒരു 1/4 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ കേട്ടോ. പഞ്ചസാര മാത്രമാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കരിക്കിൻ്റെ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ പഞ്ചസാര ഒന്ന് അലിയട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അലിഞ്ഞു, നമുക്കിനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/4 കപ്പാണ് ചേർക്കണേ. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കുങ്കുമപ്പൂവ് ഞാൻ പാലിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. നമുക്ക് ഏത് രീതിയിലാണോ വേണ്ട ആ രീതിയിൽ എത്തുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇറക്കി വയ്ക്കാം. ഇതിൽ ശരിക്കും ക്യാഷും കിസ്മിസും ഒന്നും ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്ത് വറുത്ത് വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും കൂടി ഞാൻ കുറുക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ശരിക്കും ഇങ്ങനെ വെള്ളം പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു നന്നായിട്ട് കുറുകി വരണവരെ ഞാൻ തിളപ്പിക്കാൻ പോകണം. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറുകി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്യും. എനിക്കൊരിക്കൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഈ രീതിയിൽ ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് ഇറക്കി വയ്ക്കാൻ പോകുക. അപ്പോൾ ഇറക്കണതിന് മുന്നായിട്ട് കുറച്ച് നെയ്യും കൂടിയും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള കരിക്ക് പായസം എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. വളരെ ഈസിയാണ്. കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ബാക്കി ഇതിനകത്ത് സാധനങ്ങളൊക്കെ വളരെ കുറവാണ്, ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.